15 വർഷമേ ആയുള്ളൂ ഈ ഓയിൽ ഫീൽഡിൽ ജോലി ചെയ്യാൻ തുടങ്ങി. അതിനു മുന്നേ ഞാൻ PWDയിലായിരുന്നു, അതിനു മുമ്പ് കോൺട്രാക്ടിങ്ങിലായിരുന്നു. അപ്പോഴൊക്കെയും ഞാൻ നോക്കുന്നുണ്ടായിരുന്നു എന്താണ് ഈ സംഭവിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഓയിലിന് ഇത്ര കൂടിയ വില? എന്തിനാണ്? ഭൂമിയിൽ വേറെ ഒരുപാട് പ്രകൃതി വിഭവങ്ങളുണ്ടല്ലോ, അതിനൊന്നുമില്ലാത്ത തരത്തില് ഓയിലിന് എന്തിനാണ് ഇത്ര വില? അതെന്ന് വെച്ചാല് ഭൂമിയിലെ സകല മനുഷ്യരും അവരുടെ അധ്വാന ഫലം ഓയിൽ വിലയായിട്ട് കൊടുത്തുകൊണ്ട് അതൊരു പ്രദേശത്തേക്ക് കേന്ദ്രീകരിക്കുക, പ്രദേശമല്ല എണ്ണ ഉള്ളിടത്തേക്ക് കേന്ദ്രീകരിക്കുക. പിന്നീട് അതിനെന്താ സംഭവിക്കുന്നത്? അത് വികസിത രാജ്യങ്ങൾ, പാശ്ചാത്യ ശക്തികൾ അല്ലെങ്കിൽ ഇമ്പീരിയലിസം ഒക്കെ ഇത് എടുത്തു കൊണ്ടുപോവുകയാണ്. അത് വലിയ അളവിലാണ് കൊണ്ടുപോകുന്നത്. ഞാനത് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ കുടിയേറി ജോലി ചെയ്യാൻ പോയ മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ ഇല്ലേ, അതിനകത്ത് വളരെ ചെറിയ പങ്ക്, വളരെ ചെറിയ പങ്ക്, വളരെ ദരിദ്രമായ ജീവിതം ജീവിച്ചുകൊണ്ടാണ് അതിൽ പങ്കെടുത്തതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഈ കാര്യം, എൻ്റെ ഈ പുതിയ അനുമാനം എനിക്ക് പറയണം. പക്ഷെ ഈ നമ്മൾ ഈ പറയുന്ന വിഷയമുണ്ടല്ലോ, അതൊരു ഫിക്ഷന്റെ സ്ട്രക്ചറിലേക്ക് സാധാരണ മട്ടില് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഘടനയാണ്. ഫിക്ഷനായിട്ട് എങ്ങനെയാണ് അത് മാറിയത്? അത് എനിക്ക് ആ പ്രയാസം ഇത് എഴുതുമ്പോൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്താട്ടുകാരുടെ കഥ പറയുമ്പോൾ അവര് നേരത്തെ ജീവിച്ചിരുന്നത് എങ്ങനെയാണ്, അവരുടെ ജീവിതം മാറി ഇതിലേക്ക് വന്നത് എന്നൊക്കെ സ്വാഭാവികമായിട്ട് ഫിക്ഷനിൽ പറയാൻ പറ്റും. നമ്മുടെ കുടിയേറി വന്നവരുടെ കാര്യവും പറയാൻ പറ്റും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ സാമ്പത്തിക തത്വശാസ്ത്രം ഫിക്ഷനിൽ പറയാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ട് എനിക്കൊരു കഥാപാത്രത്തെ ഉണ്ടാക്കുകയും പറയിപ്പിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്.